നമുക്ക് വരണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഒരു സ്നേഹമുള്ള സന്തുഷ്ട കുടുംബമാവണമെങ്കിൽ അൻതുതഇമഹാ ഇദാ തഇംതാഹാ, നീ കഴിക്കുന്ന ഭക്ഷണം അവരെ കഴിപ്പിക്കണം സ്വഹാബ. വതക്സൂഹാ ഇദക്തസൈതാ, നീ പുതിയ വസ്ത്രം ധരിപ്പിക്കുമ്പോ, നീ പുതിയ മനോഹരമായ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയെ കൂടി നീ ധരിപ്പിക്കണേ സ്വഹാബാ. നീ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയെ കൂടി നീ ധരിപ്പിക്കണം സ്വഹാബാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ല മനോഹരമായ നല്ല ചന്തമുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാറുണ്ടല്ലോ, നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മുടെ ഭാര്യയ്ക്കും നമ്മൾ വസ്ത്രം ധരിപ്പിക്കണം സ്വഹാബാ. അത് സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വലാ തദ്രിബിൽ വജ്ഹ, ഒരിക്കലും തന്നെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല. അനസ് എന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പറയുന്നത് ഖാദിമായ അനസ് തങ്ങളോടാണെങ്കിൽ മദീനയുടെ നായികൾ പറയുന്നത് ആരോടാ? ഖിയാമത്ത് നാൾ വരെ ലോകത്ത് വരാനുള്ള സർവ്വ മുഅ്മിനീങ്ങളോടുമാണ്. എല്ലാ ഉമ്മത്തിനോടും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വലാ തദ്രിബുൽ വജ്ഹ വലാ തദ്രിബിൽ വജ്ഹ, ഒരിക്കലും നല്ല പെണ്ണിന്റെ മുഖത്തടിക്കാൻ പാടില്ല. നിങ്ങളെ പെണ്ണ് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാല്, നിങ്ങളെ പെണ്ണിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കരുതാത്ത വല്ല പാകപ്പിഴവുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അഫ്വ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് വേണം സ്വഹാബ. അതിന്റെ പേരിൽ വലാ തദ്രിബിൽ വജ്ഹ, ഒരിക്കലും പെണ്ണിന്റെ മുഖത്തടിക്കാൻ പാടില്ല. ഒരിക്കലും പെണ്ണിന്റെ മുഖത്തേക്ക് നിന്റെ കൈ പതിയാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ മാലാഖമാരെ ക്ഷപിക്കാനുള്ള കാരണമാണ്. പെണ്ണെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനം എത്രയാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് നിങ്ങൾക്ക് തന്ന സ്ഥാനം എത്രയാണ്? നിങ്ങളെ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരുടെ ആ ഭർത്താക്കന്മാരുടെ പൊരുത്തം മാത്രം മതി മോളെ, ആ ഭർത്താക്കന്മാരുടെ ഇഷ്ടം മാത്രം മതി സഹോദരി. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്ത് അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം തരാണെന്ന് മറക്കല്ലേ.